ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ അനിയൻ്റെ ആദ്യ കുർബാനയാണ്. അപ്പം ഞാനും ചേച്ചിയും അനിയത്തിയും ഇതാണ് അനിയത്തിയൊക്കെ ആയിട്ട് അച്ചാറിടാനായിട്ടുള്ള സെറ്റപ്പിലാണ്. അങ്ങനത്തെ ഇഞ്ചിയും പച്ചമുളകൊക്കെ എല്ലാം അരിഞ്ഞെടുത്തു. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു വൈബാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തലേ ദിവസത്തൊക്കെ ഉള്ള അവലൊക്കെ നനയ്ക്കണമല്ലോ. ഈ വരുന്ന ആൾക്കാർക്ക് ഞങ്ങളിവിടെ ആലപ്പുഴയിൽ അവലൊക്കെയാണ് നനച്ച് കൊടുക്കുന്നത്. ഞങ്ങളുടെ കണ്ടക്കടവിൽ ഇങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണണത്. അപ്പം ഞാനും ചേച്ചിയുമായിട്ടാണ് അവൽ വിളയിക്കണത്. അവൽ നനച്ചതല്ല, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അവൽ വിളയിക്കണതാണ്. നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ തന്നെയാണ് തലേ ദിവസമൊക്കെ ചെയ്യണം. ഞങ്ങളുടെ കണ്ടക്കടവിൽ ഇങ്ങനെയല്ല, അവലോസുണ്ട മറ്റേ നെയ്യപ്പം അങ്ങനെയുള്ള സാധനമൊക്കെയാണ് ഉണ്ടാക്കണം. ഇവിടെ അവൽ വിളയിച്ചതാണ്. ഞാൻ ഈ സാധനമൊന്നും കഴിക്കാറില്ല, എന്നാലും എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു കാര്യമുണ്ട്, ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. ഇളക്കി ഇളക്കി നന്നായിട്ട് മൊരിയിച്ചെടുക്കണം, അടിയിലൊന്നും പിടിക്കരുത്. അങ്ങനെ ഞാനും ചേച്ചിയുമായിട്ട് ഒരു അംഗമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അല്ല. സ്റ്റെഫി ഉണ്ട്, തേങ്ങാ പൊതിക്കുവാണ്, പിന്നെ ആൻറ്റിമാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൽ വറുത്ത് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമെന്ന് ചേച്ചി പറഞ്ഞു. എനിക്ക് ഈ സംഭവമൊന്നും അറിയത്തില്ല, ഞാൻ വെറുതെ എന്താ പറയുക, ഇളക്കി സഹായിക്കാൻ വേണ്ടി മാത്രം നിൽക്കുവാണ്. അത് കഴിഞ്ഞതേ അമ്മച്ചിയും വന്ന്, പിന്നെ അമ്മച്ചിയുടെ കയ്യിലായിട്ട് ഞങ്ങൾ ചട്ടകം കൊടുത്തു. ഇനി അമ്മച്ചി ചെയ്തോ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ ചെയ്തോ, ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. അങ്ങനെ ചിറ്റപ്പനും ചേട്ടനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ട് നിന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു, എല്ലാവരും ഉള്ളപ്പം അങ്ങനെയാണല്ലോ. പിന്നെ ഞാനും ചേച്ചിയുമായിട്ട് അത് ഇളക്കി 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 വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡിൽ നിന്നിട്ട് സ്റ്റെവി തേങ്ങാ ചിരണ്ടി, ഈ തേങ്ങാ ചിരണ്ടുന്നത് മോര് ചാറിനാണ് കേട്ടോ. അങ്ങനെ തന്നെ ചേച്ചി വന്നത് നേരത്തെ വറുത്ത് വെച്ച് അവലെടുത്തോണ്ട് വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവലൊക്കെ എടുത്തുകൊണ്ട് വന്ന്, ചേച്ചി വന്ന് വേഗം തട്ടിക്കോ, ഇത് വറ്റിക്കൊണ്ടിരിക്കണമെന്ന് തന്നെ. അങ്ങനെ ഞാൻ വേഗമാണ്, ചൂടുകൊണ്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതെല്ലാം ചെയ്ത് എന്താ പറയുക, നല്ല രസമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എന്ത് മനസ്സിലാകുന്നത്. അവർ ചെയ്യും, നമ്മളെല്ലാം തിന്ന് മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ കൈയൊക്കെ കുമ്പളച്ച് വന്നായിരുന്നു. അങ്ങനെ ചേച്ചി എന്താണ്ടൊക്കെ പൊടിയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. എന്ത് പൊടിയാണെന്ന് ചോദിച്ചപ്പോൾ ഏലക്കയുടെയാണത്, എനിക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പരിപ്പും എള്ളും അങ്ങനെയൊക്കെ ഒരുപാട് സാധനം വറുത്തിടണമെന്ന് പറഞ്ഞു. എല്ലാം നോക്കി ഇന്ന് വീഡിയോ പിടിച്ചൊന്നും പറഞ്ഞിരിക്കുമായിരുന്നു, പക്ഷെ ഒന്നും വീഡിയോ പിടിച്ചില്ലായിരുന്നു. എല്ലാം ഇടണ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ, എന്ത് സാധനമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീരകവും പരിപ്പൊക്കെയാണെന്ന്. അങ്ങനെ ഞാനും സ്റ്റെവിയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചേച്ചി അവിടെ പരിപ്പ് വറുത്ത് അത് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാനും സ്റ്റെവിയുമായിട്ട് നേരത്തെ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും മോരുചാറിനുള്ള പണിയിലേക്ക് പോയി. അപ്പം ഞാനാണ് മോരുചാറ് ഉണ്ടാക്കിയ ആൾ. എനിക്ക് മോരുചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് ഉണ്ടാക്കാൻ എനിക്കറിയാം. അങ്ങനെ ആ മോരുചാറിൻ്റെ പരിപാടി ഞാനാണ് നോക്കിയത്. അങ്ങനെ മോരുചാറൊക്കെ റെഡിയാക്കുവാണ്. അങ്ങനെ ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ എല്ലാവരും കൂടി അവിടെ നിന്ന് കളിയാക്കുവാണേ. അങ്ങനെ എൻ്റെ ഫോണുമായിട്ട് വന്ന സോന എന്താണ് ഈ ഇളക്കുന്നതെന്ന് പറഞ്ഞിട്ട്, എനിക്കപ്പോൾ ഈ വീഡിയോ പിടിച്ചു തന്നത് ചേച്ചിയായിരുന്നു. അങ്ങനെ മോരൊക്കെ റെഡിയാക്കി അത് താളിക്കണമായിരുന്നല്ലോ. അപ്പോൾ സ്റ്റെഫി അതിനുള്ള ഉള്ളി സാധനമൊക്കെ അവിടെ വാട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. മോര് താളിക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്, കായപ്പൊടിയൊക്കെ ഇടാറുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണോ? ഈ കായപ്പൊടിയൊക്കെ ഇടാറുണ്ട് ഈ മോര് ചാറിലൊക്കെ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരിച്ചിരി മുളക് പൊടി ഇടും, എന്ന് വെച്ചാൽ ഒരു കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ഇട്ട് നന്നായിട്ട് മൊരിയിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും ഈ കായപ്പൊടി ഒരു ഇച്ചിരി കൂടി ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇച്ചിരി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കുപ്പിയിലുള്ള എല്ലാം വിട്ട്. അപ്പോൾ ചേച്ചി വന്നത് മോരിലാട്ടിടാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യണതാണ്, ഞാനും ചേച്ചിയും സ്റ്റെഫിയും ചെയ്യണ പരിപാടിയാണ്. ആ ചട്ടിയിലായിട്ട് ഇത്തിരി മോര് കൂടി ഒഴിച്ചിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ മോരുചാറും മാങ്ങ അച്ചാറും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെന്താ അവൽ നനച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പോട്ടി റെഡിയാക്കണത് ചിക്കനായിരുന്നു. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ പൊളിക്കുവാണ്. നിങ്ങളിവിടെ എന്തുവാ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോട്ടി എന്നാണോ കുടലെന്നാണോ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ പിള്ളേരാണ് കേട്ടോ. ആ സമയത്ത് ചേച്ചി ചായ വെച്ചിട്ടുണ്ട്. സ്റ്റെഫി എപ്പോഴേക്കും ആ കപ്പൊക്കെ ഒന്ന് പെറുക്കിയെടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ എടുത്തപ്പോൾ, ഈ വീഡിയോ ഇടരുത് കേട്ടോ, എൻ്റെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനോടത്ത് കിടക്കട്ടെ. അപ്പോഴേക്കും അമ്മച്ചനെ വിളിച്ചിട്ട് തന്നെ അവർ പോട്ടി കഴിയണം, അതൊക്കെ ഒന്ന് എടുക്കുക, അവരൊക്കെ ഒന്ന് കാണട്ടെന്ന്. അങ്ങനെ ഇങ്ങനെയാണ് പോട്ടി വൃത്തിയാക്കണ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്നാലും അത് കറി ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ആ പരിസരത്ത് എങ്ങനെ നിൽക്കാൻ പറ്റാനുള്ളായിരുന്നു. ഷിന്തു മണമായിരുന്നെന്നറിയാമോ, ആ കുരുമുളക് പൊടിയുടെയും മസാലപ്പൊടിയുടെയും മണം, അടിപൊളി. അങ്ങനെ ചിക്കൻ വെച്ച പോട്ടിക്കറി സെറ്റ്. അപ്പം എന്താ പറയുക, ഇന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കുവാണ്. തലേദിവസത്തെ ഊണ് ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.